ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇ.ഡി. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കും. ചോദ്യം ചെയ്യലുകൾക്കും രേഖകളുടെ പരിശോധനകൾക്കും പ്രത്യേക സംഘങ്ങൾ. അഡീഷണൽ ഡയറക്ടർക്ക് രാകേഷ് കുമാർ സുമൻ അന്വേഷണ സംഘങ്ങളെ ഏകോപിക്കും. ഇ.ഡി. കൊച്ചി സോണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമി IRSന്റെ യൂണിറ്റിനെയാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ അഷു ഗോയലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിലവിൽ അസിസ്റ്റന്റ് ഡയറക്ടറെ കൂടാതെ 5 പേരാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. ഇത് 10 ഉദ്യോഗസ്ഥർ വരെയുള്ള 2 ടീമുകളായി വിപുലീകരിക്കും. സുപ്രധാന കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് ഇ.ഡി. നീക്കങ്ങൾ. നിലവിൽ SIT രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴികൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ എന്നിവ വിശദമായി പരിശോധിക്കുകയാണ്. ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള നടപടികളുടെ ചുമതല പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തിന് നൽകും. റെയ്ഡുകൾ, കൂടുതൽ തെളിവ് ശേഖരണം, അയൽസംസ്ഥാനങ്ങളിലേക്ക് നീളുന്ന അന്വേഷണം എന്നിവയ്ക്കും കൂടുതൽ ഉദ്യോഗസ്ഥർ ടീമിൽ ഉൾപ്പെടണം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലുകളിലേക്കും കടക്കേണ്ടതുണ്ട്. SIT കേസിലെ എല്ലാ പ്രതികളും ED ECIRലും പ്രതികളാണ്. റിമാൻഡിലുള്ളവരെ കോടതി അനുമതിയോടെ ചോദ്യം ചെയ്യും. തന്ത്രി കണ്ഠരര് രാജീവരെ SITക്ക് നൽകിയ മൊഴികളും പരിശോധിക്കും. സാധാരണ കേസുകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരമാവധി 6 എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനും വിവിധ അന്വേഷണ തലങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനുമാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നത്. ജനം, കൊച്ചി.